The secretary of PCI may also act as. Okay. So first question എന്ന് പറയുന്നത് PCI യുടെ സെക്രട്ടറിക്കുള്ള റോളുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. First is registrar, second one is treasurer, third option is both A and B, and option D is none of these. So ഇതിന്റെ അകത്ത് രജിസ്ട്രാർ ആയിട്ട് മാത്രമാണോ സെക്രട്ടറി ആക്ട് ചെയ്യുന്നത് അതോ ട്രഷറർ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് ഉത്തരം. ബോത്ത് എ ആൻഡ് ബി ഇതിന്റെ ആൻസർ ആണ്. ഓക്കെ. സോ രജിസ്ട്രാർ ആയിട്ടും ട്രഷറർ ആയിട്ടും നമ്മുടെ സെക്രട്ടറി ഓഫ് PCI ആക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് ഒഫീഷ്യോ മെമ്പർ ഓഫ് DTAB. DTABയുടെ എക്സ് ഒഫീഷ്യോ മെമ്പർ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. So, Drug Controller of India, Government Analyst, Pharmacologist and Phytochemist. So, ex officio member of Drug and DTAB, Drug Controller of India. Okay. So, option A ആണ് answer. Next one, the quantities of sample taken for analysis should be not less than. നമ്മുടെ അനാലിസിസിന് എടുക്കുന്ന സാമ്പിളിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 10 ml കുറയാൻ പാടില്ല. ഓക്കെ. അതാണ് the quantity of sample taken for analysis should not be less than 10 ml. Okay. Next question, sera, vaccine, toxin and antitoxin are tested on. So വാക്സിൻസും സെറയും ടോക്സിൻസും ആന്റിടോക്സിൻസും എല്ലാം നമ്മൾ എവിടെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് എന്നാണ് സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കസൗളിയിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് സെൻട്രൽ ഡ്രഗ് ടെസ്റ്റിംഗ് ലബോറട്ടറി കാണാം ചെന്നൈയിൽ. അവിടെ യൂഷ്വലി കോണ്ടംസ് ആണ് കേട്ടോ. യൂഷ്വലി കോണ്ടംസ് ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ദെൻ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോണോറിൻ്റെ അവിടെ യൂഷ്വലി പോളിയോ പോലെയുള്ള ഏജൻസ് ആണ്. അപ്പോൾ സെറ, വാക്സിൻ, ടോക്സിൻസ് ആൻഡ് ആന്റിടോക്സിൻസ് ദേ ആർ ടെസ്റ്റഡ് അറ്റ് സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കസൗളി. നെക്സ്റ്റ് വൺ, ഡിഗോക്സിൻ ആൻഡ് എർഗോട്ട് ആൽക്കലോയിഡ് belongs to schedule. So ഷെഡ്യൂൾസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ റൂൾസും ഇമ്പോർട്ടൻ്റ് ആണ്. ഷെഡ്യൂൾസ് നമുക്ക് നോക്കാം. ഷെഡ്യൂൾ എച്ച്, ഷെഡ്യൂൾ ജെ, ഷെഡ്യൂൾ ജി ആൻഡ് ഷെഡ്യൂൾ ഒ. 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. നമ്മുടെ ചോദ്യം എന്താണ്? ഡിഗോക്സിനും എർഗോട്ട് ആൽക്കലോയിഡും ഇതിനകത്ത് ഏത് ഷെഡ്യൂളിൽ വരും എന്നാണ് ചോദ്യം. സോ ഷെഡ്യൂൾ എച്ച് എന്ന് പറയുന്നത് പ്രിസ്ക്രിപ്ഷൻ ആണ്. ഓക്കെ. സോ പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ് ആണ് മെയിൻ ആയിട്ടും ഡിഗോക്സിൻ, എർഗോട്ട് ആൽക്കലോയിഡ് എന്ന് പറയുന്നത് പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഓപ്ഷൻ ബി, ഷെഡ്യൂൾ ജെ. ഷെഡ്യൂൾ ജെ പറയുന്നത് the types of diseases which cannot be cured in allopathy. Okay. Allopathic system കൊണ്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിസീസിൽ നിന്ന് മുക്തമാക്കാൻ പറ്റാത്ത ഇതിനെയാണ് നമ്മൾ ജെ കൊണ്ട് നോട്ട് ചെയ്യുക. ഒരു എക്സാമ്പിൾ, അതിനൊരു ക്ലൂ ഇടാം. ജോണ്ടിസ് എന്നൊരു ക്ലൂ ഇടാം. മഞ്ഞപ്പിത്തം ഇതുവരെ നമ്മളെ കൊണ്ട് ഐഡന്റിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ജോണ്ടിസ് എന്നൊരു ക്ലൂ ഇടാം. ഇറ്റ് ഈസ് എ ഡിസീസ് വിച്ച് കനോട്ട് ബി ക്യൂർഡ് ഇൻ അലോപ്പതി. സോ ഷെഡ്യൂൾ ജെയിൽ വരുന്നതെല്ലാം അലോപ്പതിക് സിസ്റ്റത്തിൽ നമുക്ക് ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസ് ആയിരിക്കും. ആൻഡ് സി, this is the drugs which should be given under medical supervision. മെഡിക്കൽ സൂപ്പർവിഷനിൽ കൊടുക്കാൻ സാധിക്കുന്ന ഡ്രഗാണ് ജിയിൽ വരുന്നത്. ആൻഡ് ഷെഡ്യൂൾ ഒ സ്റ്റാൻഡ്സ് ഫോർ ഓർഗാനിസം, അതായത് ഡിസിൻഫെക്റ്റന്റിന്റെ സ്റ്റാൻഡേർഡ് ആയിരിക്കും ഷെഡ്യൂൾ ഒയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ ഡിഗോക്സിനും എർഗോട്ട് ആൽക്കലോയിഡും ഷെഡ്യൂൾ എച്ച് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് ആയിട്ടാണ് വരിക. Next one, the conservation of animals ban on their hunting. So conservation of animals that ban on their drug utilizing their utilization in the experiment is governed by. Okay, question ഒന്ന് വായിക്കാം. The conservation of animals ban on their hunting, their utilization in the experiment is governed by. അതായത് ആനിമൽസിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാറുണ്ട്, ആനിമൽസിനെ നമ്മൾ ഹണ്ട് ചെയ്യാറുണ്ട് അല്ലെ, ഫോർ ഐഡന്റിഫിക്കേഷൻ പർപ്പസസ്. സോ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തുകൊണ്ടുള്ള ഗവൺമെന്റിന്റെ ആക്ട് ആണ് ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവാലിറ്റി ആക്ട്. ഇയർ ഏതാണ്? 1960. 1960ലാണ് ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവാലിറ്റി ടു ആനിമൽ ആക്ട് വരുന്നത്. സോ ഫാർമസി ആക്ടിന്റെ ഇയർ 1948, DNC ആക്ട് 1940,
Then Prevention of Cruelty to Animal 1960. So Medicinal and Toilet Preparation Act 1955. സോ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലെ. സോ കൺസർവേഷൻ ഓഫ് ആനിമൽ എന്ന് പറയുമ്പോഴേ പ്രിവെൻഷൻ ഓഫ് ക്രുവാലിറ്റി 1960 അങ്ങനെ തന്നെ പഠിക്കാം. പ്രിവെൻഷൻ ഓഫ് ആനിമൽ അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് ക്രുവാലിറ്റി ടു ആനിമൽ 1960. Then Pharmacy Act 1948, Drug and Cosmetic Act 1940, Medicinal and Toilet Preparation 1955. Next one, Schedule X include amphetamine, phenobarbital, mepromamate. ഇതൊക്കെ പറയുന്നതെല്ലാം ഷെഡ്യൂൾ എക്സ് ഡ്രഗ്സ് ആണ്. ഷെഡ്യൂൾ എക്സ് വരുന്ന ഡ്രഗ്സ് ആണ് സൈക്കോ ഡ്രഗ്സ് ആണ് വരുന്നത് കേട്ടോ. സൈക്കോട്രോപിക് ഏജൻസിൻ്റെ അകത്ത് വരുന്നതാണ് ആംഫിറ്റമൈനും ഫെനോബാർബിറ്റോണും മെപ്രോമേറ്റും. സോ ഓൾ ഓഫ് ദ എബവ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. Next question, import of drug for personal use contain dose up to 100 mg അല്ലെങ്കിൽ 100 യൂണിറ്റിനപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. 200 ഓപ്ഷനിലുണ്ട്, 150 ഉണ്ട്, നോ ലിമിറ്റ് എന്നുണ്ട്. പക്ഷേ പേഴ്സണൽ യൂസിന് ഇമ്പോർട്ട് ചെയ്യുന്ന ഡ്രഗുകൾ 100 യൂണിറ്റ് വരെ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ, പേറ്റന്റ് ആൻഡ് പ്രൊപ്രൈറ്ററി മെഡിസിൻസ് ക്യാൻ ബി ഇമ്പോർട്ടഡ് ടു സം എക്സ്റ്റെന്റ്. ഓക്കെ, സോ പേറ്റന്റ് അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററി ആയിട്ടുള്ള മെഡിസിൻസ്, മെഡിസിൻസിന്റെ പ്രത്യേകത എന്താണ്, ഓൾറെഡി പേറ്റൻസി എടുത്തിട്ടുള്ള മെഡിസിൻസ് ആയിരിക്കും. ദേ ക്യാൻ ബി ഇമ്പോർട്ടഡ് ടു സം എക്സ്റ്റെന്റ്. ഒന്നെങ്കിൽ റോ ആയിട്ട് നമുക്ക് തന്നുവിടാം, അത് ഇമ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടി ഡോസ് ആയിട്ടോ ബൾക്ക് ഫോമിലോ അല്ലെങ്കിൽ യൂണിറ്റ് കണ്ടെയ്നേഴ്സിലോ ആയിട്ട് നമുക്കതിനെ ഇമ്പോർട്ട് ചെയ്യാം. സോ ടു ഇമ്പോർട്ട് പേറ്റന്റ് അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററി മെഡിസിൻസ് നമ്മൾ എന്ത് ചെയ്യണം, യൂണിറ്റ് കണ്ടെയ്നേഴ്സിനകത്താക്കി വേണം അതിനെ. ഒരു കണ്ടെയ്നർ ആയിട്ട് തോന്നില്ലേ, സോ യൂണിറ്റ് കണ്ടെയ്നർ ആയിട്ട് വേണം നമ്മളതിനെ ഇമ്പോർട്ട് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വൺ, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് ആർ ലേ ഡൗൺ. സോ ഇത് ഈസി ആണ് അല്ലേ, മാനുഫാക്ചറിങ്ങിലും എം ഉണ്ട്, ഷെഡ്യൂളിലും എം ഉണ്ട്. സോ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് ഷെഡ്യൂൾ എം ആണ്. ഇനി ഷെഡ്യൂൾ എൽ ഉണ്ട്. എന്താണ് ഷെഡ്യൂൾ എൽ? ഇറ്റ് ഈസ് GLP, ഗുഡ് ലബോറട്ടറി പ്രാക്ടീസ്. ഓക്കെ, ദെൻ ടി എന്താണ്? ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ പീരീഡ് ഓഫ് ഡ്രഗ്. ഓക്കെ, ആൻഡ് എൻ ഡിസ്ക്രൈബ് അബൌട്ട് ദ പ്രിമിസസ്. ഓക്കെ, ഒരു ഫാർമസി അല്ലെങ്കിൽ എവിടെ ആണെങ്കിലും എത്ര നമ്പർ ഓഫ് എക്യുപ്മെന്റ്സ് ആ പ്രിമിസസിൽ ഉണ്ടാവണം, നമ്പർ ഓഫ് equipments in that premises ആണ് ഷെഡ്യൂൾ N. Next is ഷെഡ്യൂൾ R. It determines the standard of condoms. Okay, so ഇത്രയുമാണ് ഷെഡ്യൂൾസിനെ പറ്റി പറയാനുള്ളത്. ഷെഡ്യൂൾസിന് ക്വസ്റ്റ്യൻ എന്തായാലും വരും. ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് ഷെഡ്യൂൾ എം ആണ്. എമ്മും മാനുഫാക്ചറിങ്ങിന്റെ എമ്മും ക്ലൂ ആയിട്ട് ആലോചിക്കാം. GLP, GMP ഉണ്ട്, GLP ഉണ്ട്. GMP എന്ന് പറയുന്നത് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസും GLP എന്ന് പറയുന്നത് ഗുഡ് ലബോറട്ടറി പ്രാക്ടീസുമാണ്. സോ ഷെഡ്യൂൾ പി നോക്കാം. ഇറ്റ് ഈസ് ദ പീരീഡ് ഓഫ് ഡ്രഗ്സ്. ഓക്കെ, സോ സ്റ്റോറേജ് ഒക്കെയാണ്, പീരീഡ് ആണ് ഉദ്ദേശിക്കുന്നത്. എന്റെ നമ്പർ ഓഫ് പ്രിമിസസ്, R is the standard of condoms. Next question, drug retail sale license are issued by. റീറ്റെയിൽ സെയിലില് മെഡിസിൻസ് അല്ലെങ്കിൽ ഡ്രഗ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടുന്നത് ഡ്രഗ് കൺട്രോളറി അതോറിറ്റീസ് ഓഫ് ദ സ്റ്റേറ്റ്. ഏത് കറസ്പോണ്ടിങ് സ്റ്റേറ്റിലാണോ നമ്മൾ റീറ്റെയിൽ ബിസിനസ് നടത്തുന്നത് ആ സ്റ്റേറ്റിനാണ് അതിൻ്റെ കംപ്ലീറ്റ് അതോറിറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം from the register can be removed only by an order. Okay, so pharmacy council register ചെയ്തിട്ടുള്ള ഒരു പേര് അവിടുന്ന് നീക്കം ചെയ്യണമെങ്കിൽ PCI വിചാരിച്ചാൽ പറ്റുമോ, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ വിചാരിക്കണോ, രജിസ്ട്രേഷൻ ഓഫ് ട്രിബ്യൂണൽ വിചാരിക്കണമോ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ വിചാരിക്കണോ, അത് നൺ ഓഫ് ദ എബവ് ആണോ? സോ ദ ആൻസർ ഈസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ. ഒരു സ്റ്റേറ്റിലെ റീറ്റെയിൽ ഫാർമസി നടത്താനാണെങ്കിലും ഒരു സ്റ്റേറ്റിലെ ഫാർമസി കൗൺസിലിന്റെ പേര് നീക്കം ചെയ്യാനാണെങ്കിലും എല്ലാം ഉത്തരവാദിത്വമുള്ളത് സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിനാണ്. ഓക്കെ, അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിരിക്കും അത് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രഗ്സ് ദാറ്റ് ആർ പ്രൊഹിബിറ്റഡ് ഫോർ മാനുഫാക്ചറിങ് ആൻഡ് സെയിൽ ഇൻ India under section 26A of the D&C Act. 26A പറയുന്നതിൻ്റെ അകത്ത് D&C ആക്ട് പ്രകാരം
താഴെ പറയുന്നവയിൽ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഏതാണ്? മെത്താക്വിനലോൺ, അമിഡോപൈറിൻ, ക്ലോറൽ ഹൈഡ്രേറ്റ്, ഓൾ ഓഫ് ദ എബവ്. ഏതാണ്? ഇറ്റ് ഈസ് ഓൾ ഓഫ് ദ എബവ്. ക്ലോറൽ ഹൈഡ്രേറ്റും മെത്താക്വിനോണും അമിഡോപൈറിനും എല്ലാം തന്നെ എന്താണ്? ദേ ആർ പ്രൊഹിബിറ്റഡ്. ഇന്ത്യയിൽ അത് മാനുഫാക്ചർ ചെയ്യാൻ പാടില്ല എന്ന് DNC ആക്ട് പ്രകാരം പറഞ്ഞിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ അപ്രൂവൽ ഓഫ് ന്യൂ ഡ്രഗ് ആൻഡ് വിത്ഡ്രോവൽ ഓഫ് ഹാംഫുൾ ഡ്രഗ്സ്? പുതിയ ഡ്രഗിന്റെ അപ്രൂവലിനും മാർക്കറ്റിൽ നിന്ന് ഒരു ഡ്രഗിനെ എടുത്തു മാറ്റാനും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാണ്? ദേ ആർ PCI അല്ല, MCI അല്ല, മെഡിക്കൽ കൗൺസിൽ അല്ല, ഫാർമസി കൗൺസിൽ അല്ല, ഇറ്റ് ഈസ് സെഡസ്കോ. ഓക്കെ, സോ ഇറ്റ് ഈസ് സെഡസ്കോ ആണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഹാംഫുൾ ആയിട്ടുള്ള ഏജൻസിനെ വിഡ്രോ ചെയ്യാനും ഒരു പുതിയ ഡ്രഗിന് അപ്രൂവൽ കൊടുക്കാനും സെഡസ്കോയ്ക്കാണ് റോൾ ഉള്ളത്. നെക്സ്റ്റ് വൺ, ഷെഡ്യൂൾ T ഓഫ് ആയുർവേദ, ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. സോ ഷെഡ്യൂൾ T വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ 2000. ഓക്കെ, 2000-ലാണ് ഷെഡ്യൂൾ T ആദ്യമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് ഷെഡ്യൂൾ T? ഇറ്റ് ഈസ് ദ റെഗുലേഷൻസ് ഫോർ സിദ്ധ ആൻഡ് യുനാനി മെഡിസിൻസ്. സിദ്ധയിലും യുനാനിയിലുമുള്ള ഓരോ പ്രാക്ടീസസും അല്ലെങ്കിൽ ഓരോ മെഡിസിൻസിന്റെയും കൺട്രോളാണ് ഷെഡ്യൂൾ T കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ഫിനിഷ്ഡ് ആൽക്കഹോളിക് പ്രിപ്പറേഷൻസ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ jars and bottle but should not contain less than. സോ ഇത് ആൽക്കഹോളിക് പ്രിപ്പറേഷന്റെ ചാപ്റ്റർ ഉള്ളതാണ്. ടോയ്ലറ്റ് പ്രിപ്പറേഷൻസിനെ പറ്റി പഠിക്കുമ്പോൾ പറയുന്നതാണ്, ആഫ്റ്റർ ദ പ്രിപ്പറേഷൻ ദേ ഹാവ് ടു ബി സ്റ്റോർഡ് ഇൻ ജാർ അല്ലെങ്കിൽ ബോട്ടിൽസ് ആൻഡ് അവരുടെ സ്റ്റോറേജ് എന്ന് പറയുന്നത് 2.25 ലിറ്ററിനേക്കാൾ കുറവായിരിക്കണം. Okay, next, establishment which have a qualified person and engage in compounding of drug. Okay, so ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് അവിടെ മെഡിസിൻ കൊടുക്കുന്നത് ഒരു അതോറൈസ്ഡ് ആയിട്ടുള്ള ആൾ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഉള്ള ഒരാളാണ് അവിടെ മെഡിസിൻ കൊടുക്കുന്നതെങ്കിൽ അത് എന്തായിരിക്കും? ഡ്രഗ് സ്റ്റോർ ആയിരിക്കുമോ, കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് ആയിരിക്കുമോ, ഫാർമസി ആണോ, നൺ ഓഫ് ദ എബവ് ആണോ? ഇറ്റ് ഈസ് ഫാർമസി. എസ്റ്റാബ്ലിഷ്മെന്റ് where a qualified person, okay, a qualified person is engaged in compounding of drug. അതാരാണ്? It is a pharmacy. അടുത്ത ചോദ്യം, a drug if is an imitation അല്ലെങ്കിൽ substitute, okay, of another drug, അതിന് മിസ്ബ്രാൻഡഡ് എന്നാണോ, അഡൾട്ടറേറ്റഡ് ആണോ, സ്പ്യൂരിയസ് എന്നാണോ, അതോ ഇവയെല്ലാം ആണോ? ആൻസർ, ഒരു ഡ്രഗ് മിസ്ബ്രാൻഡഡ് എന്ന് പറയണമെങ്കിൽ ആ ഡ്രഗിന്റെ അതേ പേരിലുള്ള ലീസ്റ്റ് അല്ലെങ്കിൽ ലീസ്റ്റ് ക്വാളിറ്റി ഉള്ള വേറൊരു ഡ്രഗ് ഇറങ്ങുന്നതിന് നമുക്ക് മിസ് ബ്രാൻഡഡ് എന്ന് പറയാം. അഡൾട്ടറേറ്റഡ് എന്ന് പറഞ്ഞാൽ ലെസ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു ലെസ് ഡിറ്റീരിയോറേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നതിന് അഡൾട്ടറേറ്റഡ് എന്ന് പറയാം. സ്പ്യൂരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ഇമിറ്റേഷൻ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് അതർ ഡ്രഗ്, അതിനെയാണ് സ്പ്യൂരിയസ് ഡ്രഗ് എന്ന് പറയുന്നത്. Next one, license for the manufacture of medicinal and toilet preparations is issued by. So manufacture of medicinal and toilet preparations in the license കൊടുക്കുന്നത് ആരാണ്? എക്സൈസ് കമ്മീഷണർ ഓഫ് ദ സ്റ്റേറ്റ്. സെൻട്രൽ അല്ല, എക്സൈസ് കമ്മീഷണർ ഓഫ് ദ സ്റ്റേറ്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ. സോ മെഡിസിൻ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻസിന്റെ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ എടുത്ത് പറയുന്ന കാര്യമാണ് അല്ലെ, എക്സൈസ് കമ്മീഷണർ ആണ് അതിന് ഉത്തരവാദിത്തപ്പെട്ടത്. ഓരോ സ്റ്റേറ്റിന്റെയും അതാത് സ്റ്റേറ്റിന്റെ എക്സൈസ് കമ്മീഷണർ ആണ് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് ദ പ്രിമിസസ് ഫോർ ഹോൾസെയിൽ ഓഫ് ഷെഡ്യൂൾ C and C1 ഡ്രഗ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 10 സ്ക്വയർ മീറ്റർ. ഓക്കെ, സോ ഹോൾസെയിൽ ആയിക്കോട്ടെ റീറ്റെയിൽ ആയിക്കോട്ടെ രണ്ടിനും 10 സ്ക്വയർ മീറ്റർ മതി. ഓക്കെ, രണ്ടിനും സ്ക്വയർ മീറ്റർ മതി. പക്ഷേ ഹോൾസെയിലും റീറ്റെയിലും രണ്ടും കൂടെ ഒരുമിച്ച് നടത്തണമെങ്കിൽ 15 സ്ക്വയർ മീറ്റർ വേണം. ഓക്കെ, ക്ലിയർ ആണോ? അതായത് പ്രിമിസസിന്റെ ഏരിയയെ പറ്റിയാണ് ചോദ്യം. 5 ഉണ്ട്, 10 ഉണ്ട്, 8 ഉണ്ട്, 6 ഉണ്ട്. ഹോൾസെയിലും റീറ്റെയിലും രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് എത്ര മതി? 10 മതി. പക്ഷെ ഒരുമിച്ചാണെങ്കിൽ 15 സ്ക്വയർ മീറ്റർ വേണം. അടുത്ത ചോദ്യം, ലിസ്റ്റ് ഓഫ് സബ്സ്റ്റൻസസ് ദാറ്റ് ആർ റിക്വയർഡ് ടു ബി യൂസ്ഡ് ഓൺലി അണ്ടർ മെഡിക്കൽ സൂപ്പർവിഷൻ. ഓക്കെ, ഗോഡ് എന്നുള്ളൊരു വേർഡ് അവിടെ നമുക്ക് ചിന്തിക്കാം. ഓക്കെ, സോ ആരോ ഒരാളുടെ നിരീക്ഷണത്തിൽ മാത്രം കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻ ആണ് നമ്മൾ എന്ത് പറയാ?
ഷെഡ്യൂൾ ജി. സോ ഷെഡ്യൂൾ എ എന്താണ് അല്ലെങ്കിൽ ആർ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് ഓഫ് റബ്ബർ കോണ്ടംസ്. ഓക്കെ, R1 എന്ന് പറയുന്നത് മെഡിസിനൽ ഡിവൈസസിന്റെ ആണ് പറയുന്നത്. പി ഇസ് ദ പീരീഡ് ഓഫ് ഡ്രഗ്സ്. ഓക്കെ, ആൻഡ് സിയും നമ്മൾ നോക്കേണ്ട ഒരു ഏരിയ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റെക്കോർഡ് ഓഫ് wholesale of schedule and see what drugs are required to be preserved for a period. അപ്പൊ നമ്മുടെ ചോദ്യം റെക്കോർഡുകൾ, ഹോൾസെയിലിൽ കൊടുത്തിരിക്കുന്ന റെക്കോർഡുകൾ എത്ര നാള് സൂക്ഷിക്കണം എന്നുള്ളതാണ് ചോദ്യം. സോ ഹാസ് ടു ബി സ്റ്റോർഡ് ഫോർ എ പീരീഡ് ഓഫ് 3 years. 3 വർഷത്തിലേക്കാണ് നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സെയിൽ പ്രൊമോഷൻ എംപ്ലോയി ക്യാൻ ബി എലിജിബിൾ ടു ടേക്ക് കാഷ്വൽ ലീവ് വിത്ത് വെയിറ്റ്. ഓക്കെ, സാലറിയോട് കൂടി എത്ര ദിവസം ലീവ് എടുക്കാം? ഹി ക്യാൻ ടേക്ക് 15 days ഓഫ് ലീവ്. ഒരു സെയിൽസ് പ്രൊമോഷൻ എംപ്ലോയിക്ക് കാഷ്വൽ ലീവ് എടുക്കാൻ എത്ര ദിവസം പറ്റും എന്നുള്ളതിനുള്ള ഉത്തരം 15 ദിവസമാണ് വിത്ത് പേയ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷെഡ്യൂൾ എച്ച്. ഷെഡ്യൂൾ എച്ച് എന്തായിരുന്നു? പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ് ആയിരുന്നു. സൈക്ലോഫോസ്ഫമൈഡ്, അല്ലോപ്യൂരിനോൾ, ക്യാപ്റ്റോപ്രിൽ, പൈറോക്സിക്കം. ആന്റി ഹൈപ്പർടെൻസീവ് ആയിട്ടുള്ള ക്യാപ്റ്റോപ്രിൽ ആയിരിക്കും ഷെഡ്യൂൾ എച്ച് കാറ്റഗറിയിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, VDRL ആന്റിജൻ ഈസ് ടു ബി ടെസ്റ്റഡ് ആൻഡ് അനലൈസ്ഡ് ബൈ. VDRL ആന്റിജൻ ആരാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, ഡ്രഗ് ഇൻസ്പെക്ടർ ആണോ, എക്സൈസ് കമ്മീഷണർ ആണോ, സെറോളജിസ്റ്റോ അല്ലെങ്കിൽ കെമിക്കൽ എക്സാമിനർ ആണോ, നൺ ഓഫ് ദ എബവ് ആണോ? ക്വസ്റ്റ്യൻ തന്നെ മനസ്സിലായിട്ടുണ്ട്. VDRL ആന്റിജൻ എന്നാണ് ചോദ്യം അല്ലെ. അപ്പം ആന്റിജൻ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള അതോറിറ്റി ആർക്കേ ഉള്ളൂ? സെറോളജിസ്റ്റിന് അല്ലെങ്കിൽ കെമിക്കൽ എക്സാമിനർക്കേ അതിനുള്ള അതോറിറ്റി ഉള്ളൂ. അടുത്ത ചോദ്യം, ടെസ്റ്റ് ഓൺ ഓറൽ പോളിയോ വാക്സിൻ ആർ ടു ബി ക്യാരിഡ് ഔട്ട് അറ്റ് ദ. എവിടെയായിരുന്നു നമ്മൾ പറഞ്ഞത് പോളിയോ ടെസ്റ്റ് ചെയ്യുന്നത്? NICD, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസിലാണ് നമ്മൾ വാക്സിൻ ടെസ്റ്റ് ചെയ്യുക. ദെൻ ഇന്ത്യൻ ഫാർമക്കോപ്പിയ ലബോറട്ടറി ഉണ്ട്, സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി ഉണ്ട്. ഇവരൊന്നുമല്ല എന്നാണ് ഓപ്ഷൻസ് പറയുന്നത്. പക്ഷെ ടെസ്റ്റ് ഓൺ ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ഇമ്പോർട്ട് ഓഫ് കോസ്മെറ്റിക്സ് ഇന്റൻഡഡ് ഫോർ യൂസ് ഓൺ ദ ഐബ്രോ, ഐലാഷ്. ഐബ്രോയിലും ഐലാഷിലും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഉപയോഗിക്കാമോ? കോൾ ടാർ ഡൈസ് നമുക്ക് നമ്മുടെ ഐലാഷസിലോ അല്ലെങ്കിൽ ഐയിലോ ഉപയോഗിക്കാമോ എന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് പെർമിറ്റഡ്, എക്സ്റ്റംപ്റ്റഡ്, പ്രൊഹിബിറ്റഡ്, നൺ ഓഫ് ദ അബവ്. ദ ആൻസർ ഈസ് പ്രൊഹിബിറ്റഡ്. ഇമ്പോർട്ട് ഓഫ് കോസ്മെറ്റിക് ഡ്രഗ്സ് കണ്ടെയ്നിങ് കോൾ ടാർ ഉള്ള ഐലാഷസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഐ പ്രിപ്പറേഷൻസോ നമ്മുടെ നാട്ടിൽ പറ്റില്ല. ഇറ്റ് ഈസ് ഇമ്പോർട്ടഡ്, ഇറ്റ് ഈസ് ഇൻഹിബിറ്റഡ്, പ്രൊഹിബിറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ എക്സാമ്പിൾ ഓഫ് ആർട്ടിഫിഷ്യൽ കളർ, ഇറ്റ് ഈസ് ടൈറ്റാനിയം ഡയോക്സൈഡ്. ആർട്ടിഫിഷ്യൽ കളർ നമുക്കറിയാവുന്നത് ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ്. അടുത്ത ചോദ്യം, ആൻ അഡൽട്ട് ഹു വർക്ക് ഇൻ എ ഷോപ്പ് ഓർ അതർ എസ്റ്റാബ്ലിഷ്മെന്റ് ഷുഡ് നോട്ട് ബി മെയ്ഡ് ടു വർക്ക് ഡെയിലി ഫോർ മോർ ദാൻ. അതായത് ഒരു അഡൽട്ട് എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എത്ര മണിക്കൂറാണ് പരമാവധി ജോലി സമയം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് 9 hours, 9 മണിക്കൂർ കൂടുതൽ, ഇൻക്ലൂഡിങ് ലഞ്ച് ടൈം 9 മണിക്കൂറിൽ കൂടാതെ ജോലി ചെയ്യണം. അതിനപ്പുറം ജോലി ചെയ്യാൻ പാടില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യങ് പേഴ്സൺസ്. നമ്മൾ ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പറഞ്ഞു ഇറ്റ് ഈസ് 9 hours. സോ യങ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇറ്റ് ഈസ് 6 hours. 9 hours എന്ന് പറയുന്നത് ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള യങ്ങിനെയാണ്. എന്നാൽ യങ് പേഴ്സൺസിനെ പറയുന്നത് 12 to 18 years എന്നാണ്. ഒരു ദിവസം പരമാവധി 6 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ്, ഫാർമസ്യൂട്ടിക്സ് ആൻഡ് കെമിസ്റ്റ് ഷോപ്സ് ആർ എക്സ്റ്റംപ്റ്റഡ് ഫ്രം the provisions of opening time, closing time, both A and B. So answer is both A and B. ഏത് സമയത്ത് വേണമെങ്കിലും തുറക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും അടയ്ക്കാം. നേരത്തെ അടയ്ക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ടൈമിംഗ് എത്ര സമയം 24 hours വർക്കിംഗ് ആണെങ്കിലും അത് പ്രോബ്ലം ഇല്ല. ബിക്കോസ് ഇറ്റ് ഇസ് എ മെഡിക്കൽ എമർജൻസിയുടെ അണ്ടറിലാണ് നമ്മൾ ഫാർമസി ആൻഡ് കെമിസ്റ്റ് ഷോപ്പിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് സമ്മർ the opening time of premises or shop should not be before. So സമ്മറിൽ 7 മണിക്ക് മുമ്പോ പിമ്പോ ആയിട്ട് തുറക്കാം. 7 മണിക്ക് അത് should not be before 7 എന്നാ പറയുന്നത്. 7 മണിക്ക് മുമ്പ് ഫാർമസീസ് ഓപ്പൺ ചെയ്യേണ്ടതില്ല. ഡ്യൂറിംഗ് വിച്ച് ടൈം? ഡ്യൂറിംഗ് ദ സമ്മർ.
Okay. Next question. Cancer comes under, ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഷെഡ്യൂൾസ് പറഞ്ഞു തന്നിരുന്നു. G stands for God. So മെഡിക്കൽ സൂപ്പർവിഷനിൽ ഉപയോഗിക്കുന്ന ഡ്രഗ്സ്. J stands for jaundice. Okay. ജോണ്ടിസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ജോണ്ടിസ് എന്ന് പറയുന്നത് ഇതുവരെ ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റാത്ത ഒരു അസുഖമാണ്. സോ അത് ക്ലൂ ആയിട്ട് ഇടുക. ക്യാൻസർ എന്ന് പറയുന്നതിനകത്തും നമ്മൾ ഒരുപാട് ട്രീറ്റ്മെന്റ് പ്ലാൻസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഡിസീസിനെ കംപ്ലീറ്റ് ആയിട്ട് ഇറാഡിക്കേറ്റ് ചെയ്യുന്നില്ല. Then schedule W and schedule H, അത് രണ്ടും അല്ല എന്തായാലും. It is option B, schedule J. Next one is insulin should be taken under pharmacist ആണോ, nurse ആണോ, registered medical practitioner ആണോ? ഇൻസുലിന്റെ ഡോസ്, ഇൻസുലിൻ ഇൻടേക്ക് ചെയ്യേണ്ടത് എല്ലാം രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറെ ഒരു പ്രസൻസിലായിരിക്കണം. കാരണം എന്തുകൊണ്ടാണ്? ഹൈപ്പോഗ്ലൈസീമിയയ്ക്കുള്ള ചാൻസ് എപ്പോഴും കൂടുതലാണ് നമ്മൾ ഇൻസുലിൻ യൂസ് ചെയ്യുമ്പോൾ. Next, 12-week pregnancy can be terminated with the consent of terminated medical practitioner. So 12 ആഴ്ചയുള്ള ഒരു പ്രഗ്നൻസി നമുക്ക് എത്ര മെഡിക്കൽ പ്രാക്ടീഷണറിന്റെ പെർമിഷനോട് കൂടി, പ്രസൻസോട് കൂടിയാണ്, കൺസെന്റോട് കൂടിയാണ് നമ്മൾ നടത്തേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരാളുടെ പ്രസൻസ് മതി. 12 വീക്ക് ആണെങ്കിൽ ഒരു പ്രാക്ടീഷണറുടെ കൺസെന്റ് ആവശ്യമുള്ളൂ. Next question. The register of pharmacists maintained by the Central Council under section 15A. Okay. So നമ്മൾ ഫാർമസിസ്റ്റിന് എല്ലാവർക്കും ഒരു സെൻട്രൽ രജിസ്റ്റർ ഉണ്ട്. സോ ആ സെൻട്രൽ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഏത് സെക്ഷനിലാണ് എന്നാണ് ചോദ്യം. സെക്ഷൻ 15A, ഓപ്ഷൻ ബി ആണ് ആൻസർ. വെറും രജിസ്റ്റർ അല്ല, സെൻട്രൽ രജിസ്റ്ററിലാണ് നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത്. സെൻട്രൽ ബുക്ക് അല്ല, രജിസ്ട്രേഷൻ ബുക്ക് അല്ല, രജിസ്റ്റർ അല്ല. ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, സെൻട്രൽ രജിസ്റ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനലിറ്റിക്കൽ വിങ് ഓഫ് DCA അല്ലെങ്കിൽ ഡ്രഗ് അല്ലെങ്കിൽ കോസ്മെറ്റിക് അനലിറ്റിക്കൽ വിങ് എവിടെയാണ് ഉള്ളതെന്നാണ് ചോദ്യം, അല്ലെങ്കിൽ ഏതാണ് എന്നാണ് ചോദ്യം. CDL, ഓക്കെ, കോസ്മെറ്റിക് ആൻഡ് ഡ്രഗ് ലബോറട്ടറി, സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി, ഗവൺമെന്റ് അനലിസ്റ്റ്, ഡ്രഗ് ടെസ്റ്റിംഗ് ലബോറട്ടറി ഓഫ് ദ സ്റ്റേറ്റ്, ഇതെല്ലാം തന്നെയും എന്താണ്? ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് അനലിറ്റിക്കൽ വിങ്ങുകൾ തന്നെയാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആനിമൽ ഹൗസ് ഈസ് അപ്രൂവ്ഡ് ബൈ, ഓക്കെ, CLAA, DCC, DTAB, CPSEA. So this is the agency, option C. ഇത് മെയിനായിട്ടും എക്സ്പെരിമെന്റിന് നമ്മൾ ഉപയോഗിക്കുന്ന ആനിമൽസ് ഉണ്ടോ, ദിസ് ഇസ് എക്സ്പെരിമെന്റൽ ആനിമൽസിനെ നമ്മൾ കൺട്രോളും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും ഒരുക്കണം എന്ന് പറയുന്ന സ്പെസിഫിക് ബോഡിയാണ് CPCSEA. ഇറ്റ് ഇസ് ദ ആനിമൽ ഹൗസസ് അപ്രൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആനിമൽസിന്റെ സെക്യൂരിറ്റി, അല്ലെങ്കിൽ ആനിമൽസിന്റെ എക്സ്പെരിമെന്റ്സിൽ ഏതൊക്കെ ആനിമൽസിന് ഉപയോഗിക്കാം, എത്ര എണ്ണം ഉപയോഗിക്കാം, ആനിമൽസിന്റെ സേഫ്റ്റി, ആനിമൽസിന്റെ കൺട്രോളിനെ പറ്റി പറയുന്നതാണ് SPSSEA. Next one is how many elected members are present in PCI? PCI-ലെ എത്ര മെമ്പേഴ്സ് നമ്മൾ ഇലക്ട് ചെയ്യും എന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് ഓപ്ഷൻ സി, 8 മെമ്പേഴ്സിനെയാണ് PCI-ൽ നമ്മൾ ഇലക്ടഡ് മെമ്പേഴ്സ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The claim of paracetamol tablet is 500 mg and on analysis it is found that 200 mg is present and it is categorized according to DNC Act 1940 അനുസരിച്ച് 500 mg പാരസെറ്റമോൾ ഉണ്ട് എന്ന് പറഞ്ഞ ഒരു ഡ്രഗിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിൽ 200 mg മാത്രമേ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ എങ്കിൽ അത് അൺഎത്തിക്കൽ ഡ്രഗ് ആണോ, അഡൾട്ടറേറ്റഡ് ഡ്രഗ് ആണോ, സ്പ്യൂരിയസ് ഡ്രഗ് ആണോ, മിസ്ബ്രാൻഡഡ് ഡ്രഗ് ആണോ എന്നാണ് ചോദ്യം. അൺഎത്തിക്കൽ ഡ്രഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, ഒപ്പിയം പോലെയുള്ള ലീഗലി നമ്മൾ ഇത്ര കോൺസെൻട്രേഷനിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതാണ് അൺഎത്തിക്കൽ ഡ്രഗ്. അഡൾട്ടറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഡിറ്റീരിയോറേറ്റഡ് ആയിട്ടുള്ളോ അല്ലെങ്കിൽ ലെസ് ക്വാളിറ്റി ഉള്ള ഡ്രഗ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നതിനാണ് അഡൾട്ടറേറ്റഡ് ഡ്രഗ് എന്ന് പറയുന്നത്. സ്പ്യൂരിയസ് ആകുമ്പം വേറൊരു ബ്രാൻഡിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്പ്യൂരിയസ് ഡ്രഗ്, ലെസ് ക്വാളിറ്റി. നമ്മുടെ ചോദ്യം പാരസെറ്റമോൾ 500 mg 200 mg മാത്രമേ ഉള്ളെങ്കിൽ അതിന് നമ്മൾ മിസ് ബ്രാൻഡഡ് ഡ്രഗ് എന്നാ പറയുന്നത്. ബ്രാൻഡ് ക്ലെയിംസ് ദാറ്റ് ഇറ്റ് കണ്ടെയ്ൻസ് 500 mg, പക്ഷെ ഡ്രഗ് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ only 200 mg മാത്രമേ ഡ്രഗ് ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following artificial sweeteners is permitted in Ayurveda, Siddha and Unani? So
മെഡിസിൻസ് ഓഫ് ആയുർവേദ, സിദ്ധ ആൻഡ് യുനാനിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ അസ്പാർട്ടൈം ആണോ, സാക്കറിൻ ആണോ, സുക്രലോസ് ആണോ, അതോ എല്ലാം ഉപയോഗിക്കാമോ എന്നാണ് ചോദ്യം. ഉത്തരം സാക്കറിൻ ആണ്, ഓപ്ഷൻ ബി. ഓക്കെ, സാക്കറിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. According to the Drug and Cosmetic Act 1940, which of the following colors are not permitted in drugs? ഡ്രഗില് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കളർ അമരാന്ത് ആണ്. അമരാന്ത് റെഡ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് അക്കോർഡിംഗ് ടു DNC Act. Next one, which of the following packing is offense according to the provision of DNC Act? So DNC Act 1940 അനുസരിച്ച് താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏത് പാക്കിംഗ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ചോദ്യം. ആസ്പിരിൻ 75 mg, അത് 14 ടാബ്ലറ്റ് ഉള്ള ആസ്പിരിന്റെ ഒരു സ്ട്രിപ്പ്, അത് പ്രോബ്ലം ഉണ്ടോ? മൊത്തം 14 ടാബ്ലറ്റ് ഉണ്ടായിരിക്കും. കണ്ടിട്ടുണ്ടല്ലോ, ഇപ്പം മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന ടാബ്ലറ്റ് സ്ട്രിപ്പും അത് തന്നെയാണ്. നെക്സ്റ്റ് വൺ, ഷെഡ്യൂൾ എക്സ് ഡ്രഗ് കണ്ടെയ്ൻ 5 ml, അതിനും ഒരു പ്രോബ്ലവും ഇല്ല. ഷെഡ്യൂൾ എക്സിന് 5 ml വരെ ആവാം. Pediatric oral drop in 30 ml. Pediatric oral drops should not exceed 30 ml വരെ ആവാനേ പാടില്ല. ഓക്കെ. ദെൻ ഓക്സിറ്റോക്സിൻ ഇഞ്ചക്ഷന്റെ സിംഗിൾ യൂണിറ്റ് ബ്ലിസ്റ്റർ പാക്ക്, അതിനും ഒരു പ്രോബ്ലം ഇല്ല. ഈ മൂന്നും ശരിയാണ്. DNC ആക്ട് പ്രകാരം ഉപയോഗിക്കാൻ പാടില്ലാത്തത്, ഒഫൻസ് ആയിട്ടുള്ളത് 30 ml പാക്കുള്ള പീഡിയാട്രിക് പ്രിപ്പറേഷൻ ആയതുകൊണ്ടാണ്. Next question. The word forensic is derived from the Latin word. Very easy. Forensic, forensis ൽ നിന്നാണ് derive ചെയ്തിരിക്കുന്നത്. It is option A. Next, the license for cultivation of opium poppy is issued by. Opium poppy എല്ലായിടത്തും ലൈസൻസ്ഡ് അല്ല. അങ്ങനെ ലൈസൻസ്ഡ് ആയിരിക്കുന്ന അടുത്ത opium poppyയുടെ കൾട്ടിവേഷന് ലൈസൻസ് കൊടുക്കുന്നത് ഡ്രഗ് കൺട്രോളർ ആണോ, ഡ്രഗ് ഇൻസ്പെക്ടർ ആണോ, ഡിസ്ട്രിക്ട് ഒപ്പിയം ഓഫീസർ ആണോ, ലംബാർദാർ ആണോ എന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി. ലംബാർദാർ ഇസ് ദ ഓപ്ഷൻ. സോ ഷെഡ്യൂൾ എക്സ് ഡ്രഗ് ഇൻ ബൾക്ക് ഫോം ഷുഡ് ഹാവ് ഡാഷ് ഓൺ ദ ലേബൽ. സോ ഇവിടെ ഡാഷിൽ വരുന്ന ഏതാണ്? XRX ആണോ, XRX ഇൻ റെഡിങ് ആണോ, NRX ഇൻ റെഡിങ് ആണോ? സോ ഷെഡ്യൂൾ എക്സ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ആണ്? They are psychotropic drugs, so they should be having NRX on it. Okay, NRX എന്നുള്ള ലേബൽ ഉണ്ടായിരിക്കണം. ലാസ്റ്റ്, which of the following schedule deal with standard of cosmetics? ഓപ്ഷൻ ഇത് തെറ്റാണ് കേട്ടോ, ഇതല്ല. This is the answer. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഉത്തരം ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഷെഡ്യൂൾ 6 ആണ്. നമ്മൾ പറഞ്ഞു റബ്ബർ കോണ്ടംസിന്റെ സ്റ്റാൻഡേർഡ് ആണ് അതിനകത്ത് പറയുന്നത്. ഓപ്ഷൻ ബി എന്ന് പറയുന്നതാണ് കോസ്മെറ്റിക്സിനെ പറ്റി പറയുന്നത്. ആൻഡ് ഓപ്ഷൻ സി പേറ്റന്റ് കിട്ടിയിട്ടുള്ള സാധനങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഓപ്ഷൻ ഡി പറയുന്നത് പീരീഡ് ഓഫ് ഡ്രഗ്സ് അല്ലെങ്കിൽ ലൈഫ് പീരീഡ് ഓഫ് ഡ്രഗിന്റെ സ്റ്റോറേജ് ആണ് പറയുന്നത്. ഓക്കെ, സോ ലൈസൻസ് ഫോർ മാനുഫാക്ചറിങ് ഓഫ് ഷെഡ്യൂൾ എക്സ് ഡ്രഗ് ഇസ് ഗിവൺ ഇൻ ഫോം നമ്പർ. സോ മാനുഫാക്ചറിങ്ങിന്റെ അകത്ത് അല്ലെങ്കിൽ ഷെഡ്യൂൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് പഠിക്കേണ്ട വേറൊരു കാര്യമാണ് ഫോം നമ്പർ. സോ ഷെഡ്യൂൾ എക്സ് ഡ്രഗ്സിന്റെ മാനുഫാക്ചറിങ് ഏത് ഫോമിനകത്താണുള്ളത്? 25, ഫോം നമ്പർ 25. Next question. A minimum penalty for trade and mark trade violations is. സോ ഒരു പെനാൽറ്റി, ട്രേഡിനുള്ള വയലേഷൻസിനുള്ള പെനാൽറ്റി എത്രയാണ് എന്ന് ചോദിച്ചാൽ 6 മാസം ഇംപ്രിസൺമെന്റോ അല്ലെങ്കിൽ 50,000 രൂപ പിഴയോ. അപ്പം ഇത് രണ്ടും അതിനുള്ള ഉത്തരമാണ്. മിനിമം പെനാൽറ്റി ആണ് പറയുന്നത്. ഒരു ട്രേഡ് മാർക്ക് വയലേഷൻസ് നടത്തി കഴിഞ്ഞാൽ ബോത്ത് 6 months ഇംപ്രിസൺമെന്റ് 50,000 rupees പെനാൽറ്റിയും വരുന്നുണ്ട്. So next question. Schedule that deals with standard of ophthalmic preparations. Ophthalmic പറയുമ്പോൾ എഫിന് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. F1, F2, F3 ആൻഡ് FF. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിപ്പറേഷൻസിനെ പറ്റി പറയുന്നുണ്ട്. F2 എന്ന് പറയുന്നത് ഇറ്റ് ഫോർ അംബിലിക്കൽ ടേപ്സ്. ഓക്കെ, അംബിലിക്കൽ ടേപ്സിന്റെ കോഡ് പറയുന്നുണ്ട്. അതേപോലെ FF നമുക്ക് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഫോർ ഓഫ്താൽമിക് പ്രിപ്പറേഷൻസ്. F1 ഡീൽസ് വിത്ത് സെറ അല്ലെങ്കിൽ അതുപോലെയുള്ള സൊല്യൂഷൻസ്, ആന്റിജൻസിനെ പറ്റി പറയുന്നുണ്ട്. ആൻഡ് F3 ഗീവ്സ് ദ സ്റ്റാൻഡേർഡ്സ് ഫോർ
നമ്മുടെ യൂഷ്വൽ ടേപ്സ് ഉണ്ടല്ലോ, സാധാ സർജിക്കൽ ടേപ്സിന്റെ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. സോ നമ്മളുടെ ചോദ്യം ഒഫ്താൽമിക് പ്രിപ്പറേഷൻസിലുള്ള ഷെഡ്യൂൾ ഏതാണ്? സോ ഇറ്റ് ഈസ് എഫ്. ഒരു ക്ലൂ കൂടെ പറഞ്ഞു തരാം. വി ആർ ഹാവിങ് 2 eyes അല്ലെ, നമുക്ക് 2 കണ്ണാണുള്ളത്. സോ എഫ് എന്നുള്ളത് കൊണ്ട് 2 കണ്ണ് എന്ന് ആലോചിക്കാം. 2F. Okay, that's all. Thank you.